ഇന്ന് എൻ്റെ ചക്കരവാൾക്ക് നല്ലൊരു കഥ പറഞ്ഞു തരട്ടെ. ആമയുടെയും കൊക്കിൻ്റെയും കഥയാണ് അമ്മമ്മ പറയുന്നത്. അങ്ങ് കാട്ടിന് നടുവിലുള്ള തടാകത്തിൽ ഒരാമയും കുറച്ച് ജീവജാലങ്ങളും ഒരുമിച്ച് താമസിച്ചിരുന്നു. നമ്മുടെ ആമയാണെങ്കിൽ വളരെ സംസാരപ്രിയനായിരുന്നു. എപ്പോഴും കലപിലായ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരും അത് കേട്ട് ചിരിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരു ദിവസം 2 കൊക്കുകൾ അവിടെ വന്നു. പതിവ് പോലെ നമ്മുടെ ആമ എന്ത് ചെയ്തു? അവരുമായി ചങ്ങാത്തം കൂടാൻ വേണ്ടി പോയി. എന്നിട്ട് അവരോട് ഓരോ കാര്യങ്ങൾ പറയുകയും കഥ പറയുകയും അവിടെ കുളത്തിലെ തടാകത്തിലെ വിശേഷങ്ങൾ പറയുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെ കേട്ട് വളരെ രസിച്ച് അവരും ഇരുന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവർ നല്ല ചങ്ങാതിമാരായി. പരസ്പരം കിട്ടുന്ന ഭക്ഷണമൊക്കെ വീതിച്ച് എല്ലാവരും ഒരുമിച്ച് കഴിച്ച് അങ്ങനെ സുഖമായി കഴിഞ്ഞിരുന്ന സമയം. പക്ഷേ ആ വർഷം എന്ത് ചെയ്തു? അവിടെ മഴയൊന്നും കിട്ടിയില്ല. നമ്മുടെ കുളത്തിലെ വെള്ളമെല്ലാം വറ്റി തുടങ്ങി. മറ്റു ജീവികളെല്ലാം പുതിയ തടാകം അന്വേഷിച്ച് പോയി. എന്നാൽ നമ്മുടെ ആമയ്ക്ക് വളരെ ദൂരം നീന്തി പോകാൻ കഴിയാത്തത് കൊണ്ട് എന്ത് ചെയ്തു? അവിടെ തന്നെ ഇരുന്നു. കൊക്കുകൾ പറഞ്ഞു, അയ്യോ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞങ്ങൾ ഇവിടെ നിന്നും വേറെ എവിടെയെങ്കിലും പോകുന്നു. നമ്മളിവിടെ നിന്നാൽ നമുക്ക് ധാരാളം മത്സ്യങ്ങളോ ഒന്നും കിട്ടുകയില്ല. ഞങ്ങൾക്ക് ഭക്ഷണമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ആമയ്ക്ക് സങ്കടം വന്നു. ഓ പ്രിയപ്പെട്ട കൂട്ടുകാരി, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് പോവുകയാണോ? നിങ്ങൾ എങ്ങനെയാണ് എന്നെ ഉപേക്ഷിച്ച് പോകുന്നത്? എത്രമാത്രം നമ്മൾ സ്നേഹിതരാണ്. എന്ത് ചെയ്യാനാണ് കൂട്ടുകാരാ? നിന്നെ കൂടെ കൂട്ടണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ നിനക്ക് പറക്കാൻ കഴിയുന്നില്ലല്ലോ. ആമയ്ക്ക് സങ്കടമായി. എന്നാൽ ഞാനൊരു ഉപായം പറയട്ടെ, നിങ്ങൾ അതുപോലെ ചെയ്യാമോ? ശരി, പറയൂ കൂട്ടുകാരാ. നിന്നെ കൊണ്ടുപോകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ വലിയൊരു കമ്പ് കൊണ്ടുവരാമോ? ശരി, ഞങ്ങളിപ്പോൾ തന്നെ കൊണ്ടുവരാം. അവർ 2 പേരുമായി പറന്നുപോയി ഒരു വലിയ കമ്പെടുത്തിട്ട് തിരിച്ചു വന്നു. ആ, ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ശരി, ഞാൻ ഇതിലിങ്ങനെ കടിച്ച് നടുഭാഗത്തായിട്ട് കടിച്ച് കിടക്കാം. നിങ്ങൾ 2 സൈഡിലായിട്ട് നിന്ന് കൊത്തി എന്നെ പറന്ന് കൊണ്ടുപോയാൽ മതി. ഏയ് വേണ്ട വേണ്ട, നീ വളരെ സംസാരപ്രിയനാണ്. നീ അറിയാതെ സംസാരിക്കും. വാ തുറന്നാൽ ഞങ്ങൾ പൊക്കത്തിലാണ് പറക്കുന്നത്. പക്ഷേ നീ തറയിൽ വീണു പോകും. നിനക്ക് ഒരാപത്ത് വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത് വേണ്ട. ഇല്ല കൂട്ടുകാരെ, ഞാൻ ഒരിക്കലും സംസാരിക്കുകയില്ല. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. ഇത് വിശ്വസിച്ച കൊക്കുകൾ എന്ത് ചെയ്തു? 2 സൈഡിലായിട്ട് കമ്പിങ്ങനെ കൊത്തിയെടുത്തു. പെട്ടെന്ന് തന്നെ നമ്മുടെ ആമക്കുട്ടൻ നടുഭാഗത്തായിട്ട് ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടന്നു. കുറേ ദൂരം പറന്നപ്പോൾ ഹായ് എന്താ രസം! ഞാൻ കുളത്തിലെ കാര്യങ്ങൾ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഈ ലോകം എത്ര മനോഹരമാണോ! ഹായ് എന്ത് മനോഹരമാണോ! പാറക്കൂട്ടങ്ങളും വൃക്ഷങ്ങളും മനുഷ്യരും കെട്ടിടവും. ഓ എന്തൊരു അപാര സൗന്ദര്യമാണ് ഈ ഭൂമിക്ക് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നും മിണ്ടിയില്ല. ഞാൻ ശബ്ദിച്ചാൽ എന്തു ചെയ്യും? എൻ്റെ കൂട്ടുകാരെന്നോട് പറഞ്ഞതല്ലേ സംസാരിക്കരുതെന്ന്. അതുകൊണ്ട് മിണ്ടാതിരിക്കാം എന്ന് വിചാരിച്ചിട്ട് കടിച്ചു തൂങ്ങി പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് കുറേ ദൂരം പറന്നു. മാക്സിമം എന്ത് ചെയ്തു? നമ്മുടെ കൊക്കുകൾ തീരെ പൊങ്ങാതെ, അഥവാ ഇയാൾ സംസാരിക്കുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? കുറച്ച് താണായിരുന്നു പറന്നിരുന്നത്. അങ്ങനെ ഒരു ഗ്രാമത്തിൻ്റെ നടുവിലെത്തിയപ്പോൾ എന്ത് ചെയ്തു? കുറച്ച് കുട്ടികൾ ഏയ് 2 കൊക്കുകൾ ആകാശത്തേക്ക് നോക്കൂ. ഇതോ എന്താ എല്ലാവരുമായിട്ട് ദേ കൊക്ക എന്താ കൊണ്ടുപോകുന്നതെന്ന് നോക്കിയേ. അതൊരു തുണിക്കെട്ടാണോ? കുറച്ച് പേര് പറഞ്ഞു അല്ല, അതെന്തോ ഭക്ഷണങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുമോ? എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ആകാശത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. അപ്പം ഗ്രാമവാസികളെല്ലാം ഓരോരുത്തരായി ഇറങ്ങി നോക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ നമ്മുടെ ആമക്കുട്ടൻ എന്ത് ചെയ്തു? പരിസരം മറന്നുപോയി. ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുകയാണെന്ന് പോലും മറന്നിട്ട് എന്ത് ചെയ്തു? വിളിച്ചു പറഞ്ഞു, ഏയ് കൂട്ടുകാരേ! ഇത്രയും തന്നെ അറിഞ്ഞുള്ളൂ. ഉടനെ എന്ത് ചെയ്തു? അവൻ താഴേക്ക് പതിച്ചു. നമ്മുടെ കൊക്കുകൾക്ക് വളരെ സങ്കടമായി. നമ്മൾ എത്ര പറഞ്ഞതാണ് അവനോട് സംസാരിക്കരുതെന്ന്. ഇനി കുറച്ച് ദൂരമല്ലേ ഉണ്ടായിരുന്നുള്ളൂ.
നേരെ അവർ താഴേക്ക് പറന്നു. അപ്പോൾ എന്ത് ചെയ്തു? ആ ഗ്രാമവാസികൾ ഇത് ഓടി വന്നു ഇതെന്താണെന്നറിയാൻ വേണ്ടി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതൊരു ആമയാണെന്ന്. അവർ നേരെ അതിനെ കയ്യിലെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? നേരെ കൊണ്ടുപോയി നല്ല മനസാക്ഷിയുള്ള ഗ്രാമവാസികളായതുകൊണ്ട് എന്ത് ചെയ്തു? അവനെ നേരെ കൊണ്ടുപോയി അടുത്തൊരു തടാകമുണ്ടായിരുന്നു, അതിനടുത്ത് കൊണ്ടുപോയി വെച്ചു. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഭാഗ്യം പോലെ നമ്മുടെ ആമക്കുട്ടന് ബോധം തിരിച്ചു കിട്ടി. ഈ സമയം കൊക്കും അവിടെ വന്നു. ആദ്യം കണ്ണ് തുറന്ന നമ്മുടെ ആമ എന്ത് ചെയ്തു? തങ്ങളുടെ ഉറ്റ ചങ്ങാതിമാരായ കൊക്കുകളെ കണ്ട് വളരെയധികം സന്തോഷിച്ചു. എന്നിട്ട് നടന്ന കാര്യമെല്ലാം ഇങ്ങനെ മനസ്സിൽ ഓർമ്മിച്ചു. എൻ്റെ ചങ്ങാതിമാർ എന്നോട് പറഞ്ഞതല്ലേ അമിതമായി സംസാരിക്കരുതെന്ന്, ഞാൻ എന്തിനാ സംസാരിക്കാൻ പോയത് എന്ന് വിചാരിച്ചിട്ട് പ്രിയ കൂട്ടുകാരാ, നിന്നോട് ഞങ്ങൾ പറഞ്ഞതല്ലേ, ദൈവസഹായത്താൽ നീ രക്ഷപ്പെട്ടു. ആ ഗ്രാമവാസികൾ നല്ലവരായതുകൊണ്ട് നിന്നെ രക്ഷപ്പെടുത്തി. നീ ഇനി എന്ത് ചെയ്യണം? ഇങ്ങനെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നീ സംസാരിക്കാൻ നിൽക്കരുത്. ശരി കൂട്ടുകാരെ, ഇനി ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം. നിങ്ങൾക്ക് ഇനി എന്നെ ഉപേക്ഷിച്ച് പോകരുത്. നിങ്ങളും കൂടെ ഇവിടെ താമസിക്കൂ. ശരി ചങ്ങാതി എന്ന് പറഞ്ഞ് എല്ലാവരുമായിട്ട് ആ തടാകത്തിൽ വളരെ സന്തോഷിച്ച് കഴിഞ്ഞു. കൊക്കും അവൻ്റെ കൂടെ തന്നെ കഴിഞ്ഞു. അവരെന്ത് ചെയ്തു? അനാവശ്യമായിട്ട് അവൻ സംസാരിക്കാൻ പോയതല്ലേ ഇതിനൊക്കെ കാരണം. എന്തായാലും രക്ഷപ്പെട്ടതിൽ നമുക്കും സന്തോഷിക്കാം. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? ശരി, ഗുഡ് നൈറ്റ് മക്കളെ. ബൈ ബൈ.